ക്രിസ്തുമസില്ലാത്ത കുട്ടികൾക്കായി ക്രിസ്തുമസ് സംഗീത കച്ചേരി സമർപ്പിച്ച ലയോ 14 പാപ്പ. ആനന്ദത്തിന്റെയും ആഘോഷങ്ങളുടെയും ക്രിസ്തുമസ് ദിനങ്ങളിൽ പോലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുമസ് വിളക്കുകളോ സംഗീതമോ ഇല്ലാതെ ജീവിക്കേണ്ടി വന്ന കുട്ടികൾക്കായി സിസ്റ്റൈൻ ചാപ്പൽ ഗായക സംഘത്തിന്റെ ക്രിസ്തുമസ് സംഗീത കച്ചേരി സമർപ്പിച്ചു ലയോ 14 പാപ്പ. വത്തിക്കാനിൽ പതിവ് പോലെ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ച് സിസ്റ്റൈൻ ചാപ്പൽ ഗായക സംഘം ജനുവരി 3 ശനിയാഴ്ച പരിശുദ്ധ പിതാവിൻ്റെയും കൂരിയയുമായി ബന്ധപ്പെട്ട ആളുകളുടെയും സാന്നിധ്യത്തിൽ നടത്തിയ സംഗീതമേളയുടെ അവസാനം സംസാരിക്കവെയാണ് പാപ്പ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന കുട്ടികളെ അനുസ്മരിച്ചത്. സമാധാനമില്ലാതെയും മനുഷ്യാന്തസ് നിലനിർത്താൻ വേണ്ടവ പോലും ഇല്ലാതെയുമാണ് നിരവധി കുട്ടികൾ ഈ ദിവസങ്ങളിൽ ജീവിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ച പരിശുദ്ധ പിതാവ് ഈ കൊച്ചുകുട്ടികളുടെ നിശബ്ദമായ നിലവിളി കേൾക്കണമേയെന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ലോകത്തിന് നീതിയും സമാധാനവും നൽകണമേ എന്നും പ്രാർത്ഥിച്ചു. തൻ്റെ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗത്ത് ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് സംഗീതവും ഗാനാലാപനവുമെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, പരിശുദ്ധ അമ്മ രക്ഷകന് ജന്മമേകുന്ന അവസരത്തിൽ ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനമെന്ന് ആലപിച്ച മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ചു. ബെത്ലഹേമിലെ തിരുപ്പിറവിയുടെ കാഴ്ചക്കാരും സാക്ഷികളുമായിരുന്ന ആട്ടിടയന്മാരും തിരികെ പോകുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും സ്തുതിച്ചുകൊണ്ടാണെന്ന് പാപ്പ അനുസ്മരിച്ചു. എന്നാൽ അതിലുപരി നിശബ്ദവും ധ്യാനനിമഗ്നവുമായ മറ്റൊരു സംഗീതം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുവെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. ഏതാണ്ട് 1500 വർഷങ്ങളായി പാപ്പമാരുടെ ആരാധനക്രമ ശുശ്രൂഷകളിൽ അകമ്പടി സേവിച്ച ചരിത്രമുള്ള സിസ്റ്റൈൻ ചാപ്പൽ ഗായക സംഘത്തിന്റെ സേവനത്തിന് പരിശുദ്ധ പിതാവ് പ്രത്യേകം നന്ദിയും പറഞ്ഞു. കേരളവാണി ന്യൂസ്, കൊച്ചി.